ഡ്രഗ്സിന്റെ കുറേ ഇഷ്യൂസ് നമ്മളിപ്പോൾ കേൾക്കേണ്ടായി. ഒരുപാട് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോഴും നമ്മുടെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ പാരന്റിന് അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, എൻ്റെ പാരന്റിങ്ങിന്റെ മിസ്റ്റേക്കും ഇതിലൊരു ഭാഗമാണ് എന്ന് അംഗീകരിക്കാൻ കഴിവുള്ളവർ വളരെ ചുരുക്കമാണ്. നമ്മളെപ്പോഴും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അധ്യാപകരെയും ഒക്കെ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ടു, കൊറോണ ടൈമിൽ നമ്മൾ ഫോൺ കൊടുത്തതാണ് ഇഷ്യൂ ആയത്. ഫോൺ കൊടുക്കാതെ സ്കൂളുകളിൽ നിന്നും പ്രിന്റഡ് നോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. നമ്മുടെ കുട്ടി എപ്പോഴും നല്ലതാണ്. നമ്മുടെ കുട്ടിയിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനോ അതിനെ എന്താന്ന് ക്ലോസ് ഒബ്സർവ് ചെയ്യാനോ നമുക്ക് വലിയ താല്പര്യമില്ല. പഴയ കാലഘട്ടത്തിലെ അധ്യാപകർ സ്മെല്ല് ചെയ്ത് കുട്ടിയുടെ അവസ്ഥ കണ്ടെത്തുമായിരുന്നു, അവരുടെ മാനസികാവസ്ഥ കണ്ടെത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കണം, പഴയ കാലത്തെ പാരന്റ്സ് അങ്ങനെയായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അധ്യാപകർക്കൊപ്പം നിൽക്കുന്നതായിരുന്നു അവര്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കും. മെജോറിറ്റി പാരന്റ്സ് എന്താ പറയാ, ടീച്ചർ വിളിച്ചൊരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ് എന്താ പറയാ, എൻ്റെ കുട്ടി അങ്ങനെയൊന്നുമല്ല, ടീച്ചർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ മതി. ഞങ്ങൾ ഇപ്പൊ പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ പറയും ഞങ്ങൾ തരുന്ന കാശ് കൊണ്ടല്ലേ നിങ്ങൾ ശമ്പളം മേടിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് അധ്യാപകരും ഒതുങ്ങി മാറി നിൽക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ മോശ വശങ്ങളെ കുറിച്ച് ഘോരം ക്ലാസ് എടുത്തിട്ട് ഒരു സാറ് വീട്ടിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ പ്രധാന അധ്യാപികയോട് പറയുകയും ചെയ്തു, ആരെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീച്ചർ അത് മേടിച്ചു വെക്കണം, തിരിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി വീട്ടിലെത്തുന്നതിന് മുൻപ് ടീച്ചറുടെ ഫോൺ അങ്ങോട്ട് ചെല്ലാണ്, സാറിന്റെ മോൻ ഫോൺ കൊണ്ടുവന്നു, ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ആ സെക്കൻഡിന് സാർ ഇവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് കൊണ്ടുവന്നതായിരിക്കും, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് എടുക്കും, ഞാൻ അധ്വാനിച്ച് മേടിച്ചു കൊടുത്ത ഫോണാണ്. അടുത്തൊരു കുട്ടീനെ ഉപദേശിക്കുകയും നമ്മുടെ കേസിലേക്ക് വരുമ്പോൾ സ്വാർത്ഥതയുടെ പീക്ക് ലെവലിൽ നിൽക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. കുട്ടികൾക്ക് അതൊരു വഴിമരുന്നാണ്. അവർ വിചാരിക്കും എന്ത് തെറ്റ് ചെയ്താലും എങ്ങനെയെങ്കിലും എൻ്റെ പാരന്റ് എന്നെ രക്ഷിച്ച് കൊണ്ടുവരും എന്നുള്ളത്. സ്വന്തം മകള് എന്താ പറയാ, ഒരു കല്യാണത്തിന് ശേഷം പഴയ കാമുകനായിട്ട് ബന്ധം പുലർത്തുകയും അത് പാരന്റ് അറിഞ്ഞിരിക്കുകയും ചെയ്യേ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി ഓൺലൈൻ ക്ലാസ്സിന് സാറിനോട് സംസാരിക്കുകയും സാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ഏതോ ഒരു ആണിനോടാണ് കുട്ടി സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരു കേസും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കേസുകൾ പോലും സഹിഷ്ണുതയോടുകൂടി അംഗീകരിക്കാൻ നമ്മുടെ പാരന്റ്സ് തയ്യാറാവില്ല. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയണേക്കാം, ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സെ ഇപ്പൊ കുട്ടിയുടെ ഐക്യം ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, പാരന്റ് പിന്നെ അത് അംഗീകരിക്കില്ല, ടീച്ചറോടും ഉണ്ടില്ല, ടീച്ചർക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കൂട്ടുകെട്ടിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, സംസാര രീതിയിൽ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. നമ്മൾ അതിനകത്തോട്ട് വീണ് ഒരു നൊട്ടോറിയസ് ക്രിമിനലാക്കി ആ വ്യക്തിയെ മാറ്റുന്നതിന് മുമ്പ് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് ആ പാസം ഒക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, എൻ്റെ നെഞ്ചിൽ കടിച്ച് വളർത്തിയ കുട്ടിയാന്ന്. കൊച്ചു ഉപയോഗിക്കുന്ന സാധനം കുറച്ച് കൂടിയാണെങ്കിൽ നെഞ്ചാണോ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല, അവർ കുത്തി മലർത്തിക്കളയും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ വാർത്തകളൊക്കെ. സോ ബി കെയർഫുൾ. അതോടൊപ്പം തന്നെ പാരന്റ് എന്നുള്ളൊരു ഭാഗം മാറ്റിവെച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സഹിഷ്ണുതയോടു കൂടി ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.